സി എന്നിവയ്ക്ക് 20, 30, 60 ദിവസത്തിൽ ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും ബിയും സിയും കൂടെ എയുടെ കൂടെ കയറുന്നു. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ സാധിക്കും? എ 20. അപ്പോൾ 20-ൻ്റെയും 30-ൻ്റെയും 60-ൻ്റെയും LCM കാണുന്നു. LCM എന്ന് പറയുന്നത് 60 കിട്ടും. ഓരോരുത്തരുടെ എഫിഷ്യൻസി കാണാൻ ആ LCMത്തെ ഈ 20 കൊണ്ട് ഹരിക്കുക 3. ബിയുടെ എഫിഷ്യൻസി കാണാൻ LCMത്തെ 30 കൊണ്ട് ഹരിക്കുക 2. സിയുടെ എഫിഷ്യൻസി കാണാൻ 60-നെ 60 കൊണ്ട് ഹരിക്കുക. സിയുടെ LCMത്തെ സിയുടെ ദിവസം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം എയുടെ എഫിഷ്യൻസി കൂട്ടുക 3. രണ്ടാമത്തെ ദിവസം എ തന്നെ ചെയ്യുന്നു 3. മൂന്നാമത്തെ ദിവസം എയുടെ കൂടെ ബിയും സിയും കൂടെ കയറുന്നു. അതായത് 3 പ്ലസ് എയുടെ എഫിഷ്യൻസി എത്ര? 3. 3 പ്ലസ് 2 പ്ലസ് 1 അതായത് 6. 3, 3, 6, 6, 6, 12. അപ്പോൾ എത്ര വരും? 12. നമ്മുടെ LCMത്തെ ഈ 60-നെ 12 വെച്ച് ഹരിക്കുന്നു. അതായത് 5 സെറ്റ് വരുന്നു. 5 എത്ര? 5 സെറ്റ് വരുന്നു. 12, 5 എണ്ണം. 2, 3, 4, 5. അങ്ങനെ എത്ര വരുന്നു? 5. 12, 5 വന്നാലല്ലേ 60 വരും. അതൊരു ഓരോ 3 ദിവസമാണല്ലോ. 3 ദിവസം 3 ദിവസം 3 ദിവസം 3 ദിവസം. അപ്പോൾ ആകെ എത്ര വരും? 5 സെറ്റ് വരും 3 ദിവസം. അപ്പോൾ അത് മൊത്തം എത്ര വരും? 15 ദിവസം വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15 ദിവസം. ആദ്യം LCM കാണുക 60. അപ്പോൾ ഓരോ ഇതിന് എയുടെ എഫിഷ്യൻസി കാണാൻ 60-നെ 20 കൊണ്ട് ഹരിച്ച് 3. ബിയുടെ എഫിഷ്യൻസി കാണാൻ 60-നെ 30 കൊണ്ട് ഹരിച്ച് 2. സിയുടെ എഫിഷ്യൻസി കാണാൻ 60-നെ 60 കൊണ്ട് ഹരിച്ച് 1. അപ്പോൾ എ 3 ദിവസം ചെയ്യുന്നു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസവും എ മാത്രം ചെയ്യുന്നു. മൂന്നാമത്തെ ദിവസം എയുടെ കൂടെ ബിയും സിയും കൂടെ കയറുന്നു. അതായത് എയുടെ എഫിഷ്യൻസി 3, ബിയും സിയും കൂടെ എന്ന് പറഞ്ഞാൽ 2 + 1 6. അപ്പോൾ 3, 3, 6, 6, 12. ഓരോ 3 ദിവസമാണ്. അപ്പോൾ 12. അപ്പോൾ ഈ LCMത്തെ ഈ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 സെറ്റ് വരുന്നു. 5, 1, 12, 12, 12, 12, 12. അപ്പോൾ അതെല്ലാം ഓരോ 3 ദിവസം 3 ദിവസമാണ്. 3 ദിവസം 3 ദിവസം 3 ദിവസം 3 ദിവസം 3 ദിവസം 5 സെറ്റ് വരുന്നു 3 ദിവസത്തിൻ്റെ. അപ്പോൾ 3, 5, 15 ദിവസം. ഓപ്ഷൻ ബി.